ഈ വർഷം ലോക സിനിമ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ടാവുക ജോസഫ് കൊസിൻസ്കിയെക്കുറിച്ചും ബ്രാഡ് പിറ്റിനെക്കുറിച്ചും F1 കുറിച്ചുമാകും. മസ്റ്റ് തിയേറ്റർ വാച്ച് എന്നും ആബ്സല്യൂട്ട് സിനിമയെന്നും സിനിമാറ്റിക് മാസ്റ്റർ പീസ് എന്നെല്ലാമുള്ള വിളികൾ ആ ഫോർമുല 1 ചിത്രത്തെ തേടിയെത്തി. തൊട്ടു പിന്നാലെ എത്തിയ സൂപ്പർമാന് പോലും പോസിറ്റീവ് കിട്ടിയിട്ടും F1 തന്ന അഡ്രിനാലിൻ റഷ് നൽകാനായില്ല. അൾട്രാ പോസിറ്റീവ് കിട്ടിയിട്ടും പക്ഷേ ആഗോള ബോക്സ് ഓഫീസിൽ F1 ആറാമതാണ്. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ കുത്തകയാക്കി വെച്ച ഹോളിവുഡിന് ഇക്കൊല്ലം 1-ാം സ്ഥാനമില്ല. 2 ബില്യൺ മുകളിൽ നേടിയ ഒരു ചൈനീസ് ആനിമേഷൻ മൂവിയാണ് ഇക്കൊല്ലത്തെ ടോപ്പ് ഗ്രോസിംഗ് പടം. സൂപ്പർമാൻ, ജുറാസിക് വേൾഡ്, ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ, മിഷൻ ഇംപോസിബിൾ, ഫാന്റാസ്റ്റിക് ഫോർ, തണ്ടർബോൾട്സ്, ഫൈനൽ ഡെസ്റ്റിനേഷൻ, ലോകം മൊത്തം ആരാധകരുള്ള ഫ്രാഞ്ചൈസികളുടെ സിനിമകൾ ഇക്കൊല്ലം വന്നിട്ടും ബോക്സ് ഓഫീസിൽ 1-ാമതെത്താൻ അവയ്ക്കായില്ല. എങ്കിലും ഇവയെല്ലാം വലിയ രീതിയിലുള്ള കളക്ഷൻ കൊയ്തിട്ടുമുണ്ട്. ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു സൂപ്പർ ഹീറോ ചിത്രം 700 മില്യൺ പോലും നേടാതെ തിയേറ്റർ വിടുന്ന കാഴ്ചയും ഇക്കൊല്ലം കണ്ടു. അതും പുറത്തിറങ്ങിയവയെല്ലാം പോസിറ്റീവ് റെസ്പോൺസ് നേടിയിട്ടും. ഇക്കൊല്ലത്തെക്കാളേറെ സൂപ്പർ ഹീറോ ചിത്രങ്ങളാണ് അടുത്ത വർഷം ഇറങ്ങുന്നത്. സൂപ്പർ ഹീറോ ചിത്രങ്ങളോടൊപ്പം പണം വാരാനും റെക്കോർഡുകൾ തിരുത്തി കുറിക്കാനും കെൽപ്പുള്ള പല സിനിമകളും അക്കൂട്ടത്തിലുണ്ട്. ക്രിസ്റ്റഫർ നോളൻ, മാർവൽ, ഡിസ്നി അങ്ങനെ വൻ ബ്രാൻഡുകളുടെ വമ്പൻ സിനിമകളുടെ 2026 നമ്മുടെ മുൻപിലുള്ളത്.